ഇന്ന് റബീഉൽ അവ്വലിന്റെ 2-3 ദിവസങ്ങൾ ഈ പുതിയ തീയതിയാണ്. ഈ തീയതികളിൽ ഒന്നിൽ ബീവി സയ്യിദത്തുന ആമിന റളിയല്ലാഹു അൻഹ എന്ന മാതാവ് തൻ്റെ പ്രിയപ്പെട്ട മോനെ മുലയൂട്ടാൻ വേണ്ടി കൊടുത്തിരുന്നല്ലോ. ത്വായിഫിലെ ബനൂ സഅദിലെ സയ്യിദത്തു ഹലീമ റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിലേക്ക്. ചരിത്രം വലുതാ, പക്ഷെ ഞാനിത് ചരിത്രം പറയാനല്ല, ആ ഒരു കഴുതയുടെ കാല് പിടിക്കാനെങ്കിലും നമുക്കായാൽ. സയ്യിദത്തുന ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ ഹൃദയം കൊണ്ടാണ് പറയുന്നത്. ത്വായിഫിൽ നിന്ന് ബനൂ സഅദിൽ നിന്ന് 70-ലധികം മൈലുണ്ട് ദൂരം. കുട്ടികളെ മുലയൂട്ടാൻ ശമ്പളം കിട്ടും, സമ്മാനം കിട്ടും. ഞങ്ങൾ 10 വനിതകൾ മുലയൂട്ടാനുള്ള കുട്ടികളെ ഖുറൈശി കുടുംബത്തിൽ നിന്ന് ലഭിക്കാൻ വേണ്ടി മക്കയിലേക്ക് പോയി. വലിയ കുടുംബങ്ങളിലൊക്കെയുള്ള സമ്പന്നരുടെ മക്കളുടെ കുട്ടികളെ മുലയൂട്ടാൻ ഓരോരുത്തരും ഓരോ വീട്ടിൽ കയറി. എൻ്റെ കൂടെയുള്ളവർക്കൊക്കെ കുട്ടികളെ കിട്ടി. ഇത് ഞാൻ കൊണ്ടുപോകുന്നത് ഇത് റബീഉൽ അവ്വലാണ്. നമ്മുടെ കൽബിൽ പൊഞ്ചുമോനായ സയ്യിദുനാ റസൂലുള്ളാഹി ജീവിക്കണം. യൗവന പ്രായത്തിൽ ഖുറൈശികളുടെ കൂടെ കഅബ ഷരീഫിന് ഹജറുൽ അസ്വദ് ഉയർത്തിക്കൊടുക്കാൻ ഭാഗ്യമുണ്ടായ സയ്യിദുനാ റസൂലുള്ളാഹിയെ കാണണം. 25 വയസ്സുള്ളപ്പോൾ ഖദീജത്തുൽ കുബ്രായുടെ പുതുമണവാളനായി കടന്നു വന്ന സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണണം. എവിടെ കണ്ടാലും സ്നേഹത്തിൻ്റെ, സത്യത്തിൻ്റെ, നീതിയുടെ, ന്യായത്തിൻ്റെ എന്തുമാത്രം ഉത്കൃഷ്ട ഭാവങ്ങൾ. ഹലീമ ബീവി പറയാണ്, ഞങ്ങൾ ബനൂ സഅദിൽ നിന്ന് ത്വായിഫിൽ നിന്ന് പുറപ്പെട്ടു. എൻ്റെ കൂടെ ഉള്ളത് ഒരു ചാവാളി കഴുതയായിരുന്നു, വെളുത്ത മെലിഞ്ഞൊട്ടിയ കഴുത. എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഒരു ചെറിയ ഒട്ടകമുണ്ട്, പെണ്ണൊട്ടകം. ഞങ്ങൾ മക്കയിലേക്ക് വരുന്ന സന്ദർഭത്തിൽ എൻ്റെ കഴുത തീരെ നടക്കുന്നില്ല, ആവതില്ലാത്തത് കൊണ്ട് വല്ലാതെ പുറകോട്ടായിപ്പോയി. കൂടെയുള്ളവരൊക്കെ എന്നെ പുച്ഛിച്ചു, കളിയാക്കി. എന്താ ഹലീമ, നിന്നെ കാത്തിരുന്ന് ഞങ്ങൾ മടുത്തു. എൻ്റെ ഈ ചാവാളി കഴുതയ്ക്ക് നടക്കാൻ വയ്യ, മെലിഞ്ഞൊട്ടിപ്പോയിരിക്കണു. പരിശുദ്ധ മക്കയിലെത്തി. സമ്പന്ന കുടുംബത്തിൽ നിന്നുള്ള കുട്ടികളെയൊക്കെ എല്ലാവരും എടുത്തു. വലിയ സമ്മാനങ്ങൾ പ്രഖ്യാപിച്ചു. ഈ കുഞ്ഞിനെയാണ് പിന്നെ ഉള്ളത്. ബാപ്പ മരണപ്പെട്ടു പോയ കുട്ടിയ, പിതൃവ്യനാ ഉള്ളത്, പിന്നെ വല്യുപ്പ ഉള്ളത്. മുലയൂട്ടി താലോലിച്ച് 2-3 വർഷം പോറ്റിയാൽ വല്യപ്പ എന്ത് തരാനാ? അതുകൊണ്ട് ഈ കുട്ടിയെ ആരും എടുത്തില്ല. ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹിയെ മുലയൂട്ടാനുള്ള സൗഭാഗ്യ സന്ദർഭത്തിൽ ആ ഉമ്മമാർക്ക് അതിന് അവസരം ഉണ്ടായില്ല. ഹലീമ അവസാനം കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇനി ആരെ കിട്ടാനാണ്? നമുക്ക് ആ വീട്ടിലേക്ക് തന്നെ ഒന്നുകൂടി പോയി നോക്കിയാലോ? വല്യുപ്പ ഉള്ളത്, ബാപ്പ പോയി. എന്നാലും ആ കുഞ്ഞിൻ്റെ മുഖത്ത് എന്തോ ഒരു ശാലീനത കാണുന്നുണ്ട്. ആ കുട്ടിയെ ഏറ്റെടുത്താലോ? അള്ളാഹു തരും നമുക്ക്. അങ്ങനെയാണ് ഞാൻ ആ കുട്ടിയെ ഏറ്റുവാങ്ങുന്നത്. ഇവിടെ നിങ്ങൾ കാണണം, 6 ദിവസം പ്രായമുള്ള 6 ദിവസം, 6ാമത്തെ ദിവസമോ 7ാമത്തെ ദിവസമാണ് സയ്യിദത്തുന ഹലീമത്തു സഅദിയയുടെ കയ്യിലേക്ക് സയ്യിദത്തുന ആമിന ബീവി കുഞ്ഞിനെ ഏൽപ്പിക്കുന്നത്. ഞങ്ങൾ ആ വീട്ടിലേക്ക് കയറി ചെന്നു. ഈ കുഞ്ഞെങ്കിൽ ഈ കുഞ്ഞ്, ബാപ്പ ഇല്ലെങ്കിലും വേണ്ടിയില്ല, കുഞ്ഞിനെ ഞാൻ ഏറ്റുവാങ്ങി. ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ പറയുന്നു, ആ കുഞ്ഞിനെ ഏറ്റുവാങ്ങി ഭർത്താവ് കൊലായിലിരിക്കുന്നു, ഒട്ടകം റെഡിയാകുന്നു. തിരിച്ചുള്ള യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിയപ്പോൾ ഒരു 3 ദിവസത്തോളം ഞങ്ങൾ അവിടെ തന്നെ തങ്ങി. ആ ഒരൊറ്റ 3 ദിവസങ്ങളെ കൊണ്ട് ഒട്ടകത്തിന്റെ സ്വഭാവം മാറി, പാല് വല്ലാതെ വളർന്നു. എൻ്റെ മോനുണ്ട് കൂടെ മുല കൊടുക്കുന്ന അബ്ദുല്ലാഹി, എൻ്റെ മോളുണ്ട് ഷൈമ. എന്നാൽ ഒട്ടകത്തിന് ഭാവം മാറി, എല്ലാവർക്കും ഭാവം മാറി. ഞങ്ങൾ അതിൽ കയറി. എൻ്റെ പൊന്നുമോനെ മുഹമ്മദുനിൽ അമീൻ, ആ പിഞ്ചു പൈതലിനെ മടിയിലിരുത്തി. എൻ്റെ ആ മെലിഞ്ഞ കഴുതപ്പുറത്ത് ഞാൻ കയറിയിരുന്നതേ ഉള്ളൂ. ഒരു പ്രയാണമാണ്, ഒരു പ്രവാഹമാണ്. എന്തോ ഭൂലോക സമ്മാനങ്ങൾ മുഴുവൻ കൈകളിലേക്ക് അണഞ്ഞതുപോലെ ആ ത്വായിഫിലെ വനാന്തരങ്ങളിൽ പുല്ല് തിന്നാൻ കിട്ടാതെ വിഷമിച്ച് ദരിദ്രമായി പോയ ആ കഴുത, ആ കുഞ്ഞ് മടിയിലേക്ക് കയറിയതോടുകൂടി എന്തെന്നറിയില്ല, ഒരു കുതിപ്പാണ്. ഒട്ടകത്തിന് പാല് സമൃദ്ധമായി, കഴുതയ്ക്ക് വല്ലാത്ത ഒരു രോമാഞ്ചമായി.
കഴുത വല്ലാത്ത ഒരു സന്തോഷ പ്രകടനമായി ഞങ്ങളുടെ യാത്ര തായിഫിലേക്ക് പുറപ്പെട്ടതേ ഉള്ളൂ. എൻ്റെ കൂടെയുള്ള ഒരൊറ്റ പെണ്ണിനും അവരുടെ കൂടെയുള്ള വാഹനങ്ങൾക്കും ഞങ്ങളുടെ കൂടെ എത്താൻ കഴിയുന്നില്ല. അവരെന്നോട് ചോദിച്ചു, ഹലീമ, എന്തു പറ്റി നിന്റെ ഈ കഴുതയ്ക്ക്? ഞങ്ങൾ എത്ര കുതിച്ചിട്ടും കൂടെ എത്താൻ പറ്റുന്നില്ലല്ലോ. നീ ഇങ്ങോട്ട് വന്നപ്പോഴുണ്ടായിരുന്ന ചാവാളി കഴുത തന്നെയല്ലേ നിന്റെ കൂടെ അങ്ങോട്ട് പോകാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ, എന്റെ കൂടെ ഇപ്പോഴ് ഞാൻ മാത്രമല്ല, ഈ പുണ്യം നിറഞ്ഞ പുണ്യഭൂമുഖത്തിന്റെ പൊന്നുമോൻ 6 ദിവസം പ്രായമുള്ള സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വാഹനമായി സഞ്ചരിച്ച ആ കഴുത പോലും തിരിച്ചറിഞ്ഞു എന്റെ കൂടെയുള്ളത് ആരാണ്, എന്റെ നെറുകിൽ കയറിയത് ആരാണ്. ഇതാണ് സയ്യിദുനാ റസൂലുള്ളാഹി. ആ കഴുതയുടെ വേഗതയെക്കുറിച്ച് എല്ലാ ചരിത്രവും പറയുന്നുണ്ട്. പിന്നീട് ത്വായിഫിലെത്തി അവിടെ മേഞ്ഞു തിന്നുമ്പോഴൊക്കെ എല്ലാ പുൽമേടുകളും വരണ്ടതാണെങ്കിലും എൻ്റെ ആടുകൾ മേവുന്ന സ്ഥാനം മുഴുവൻ, എൻ്റെ ഒട്ടകം പോകുന്ന സ്ഥലം മുഴുവൻ പുല്ലും സമൃദ്ധവും വെള്ളവും. എല്ലാവരും അസൂയപ്പെട്ടു. വലിയ മുതലാളിമാരൊക്കെ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ ആ ഹലീമ തൻ്റെ ആടുകളെ മേയ്ക്കുന്ന സ്ഥലത്ത് പോയിട്ട് നിങ്ങളുടെ ആടുകളെയും ഒട്ടകങ്ങളെയും മേയിച്ചൂടെ? തൊട്ടതെല്ലാം പൊന്നാക്കിയതല്ല, തൊട്ടതിനെല്ലാം ജീവൻ പകർന്ന സയ്യിദുനാ റസൂലുള്ളാഹി നമ്മുടെ ഖൽബിലേക്കുള്ള ആ ഹയാത്ത്. വഅലമൂ അന്ന ഫീക്കും റസൂലല്ലാഹ്. ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ചരിത്ര കഥാപാത്രമല്ല, അറേബ്യയുടെ ഒരു സാഹചര്യത്തിൽ വളർന്നു വന്ന ഒരു വിപ്ലവകാരിയല്ല, ലോകത്തിന് സമൃദ്ധമായ നാഗരികതയുടെ സന്ദേശങ്ങൾ പകർന്നു കൊടുത്ത ഒരു മതസ്ഥാപകനല്ല, മറിച്ച് അൽ മുസ്തഫ ഹബീബുല്ലാഹി സയ്യിദുൽ ഖൽഖി വ അവ്വലുൽ ഖൽഖി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു തിരിച്ചറിവിലേക്ക് പതുക്കെ പതുക്കെ ഒന്നടുക്കാൻ പരിശ്രമങ്ങളാണ്. നമുക്കൊറ്റക്ക് സാധിക്കില്ല. അള്ളാഹുവിൻ്റെ വണക്കം വേണം. റളിയല്ലാഹു അൻഹും, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് വറളൂ അൻഹു സംഭവിക്കുക. യുഹിബ്ബുഹും, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് ലഭിക്കണം, അപ്പോഴാണ് വയുഹിബ്ബൂനഹു എന്ന് അങ്ങോട്ട് വരിക. അതുകൊണ്ട് അതിനുള്ള പരിശ്രമം, അതിനുള്ള മോഹം, അതിനുള്ള ദാഹം, ഓടുന്നു, നടക്കുന്നു, എഴുതുന്നു, ചിന്തിക്കുന്നു, വായിക്കുന്നു, ഇതൊന്നും നമ്മുടെ വിഷയമല്ല. നമ്മുടെ പുസ്തകത്തിനെ പറ്റിയല്ല ചർച്ച ചെയ്യേണ്ടത്, ഈ പുസ്തകക്കാരനെ കുറിച്ചല്ല ചർച്ച ചെയ്യേണ്ടത്. ഇതിലെ കഥാപാത്രം ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹിയാണ് സല്ലല്ലാഹു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്.